ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹദീസു സാലിസ അശറ, 13ാമത്തെ ഹദീസ്. അൻ അബി ഹംസത്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഖാദിമി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവകനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ലാ യുഅ്മിനു അഹദുക്കും, ഒരാളും വിശ്വാസിയാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹിബ്ബ ലി അഖീഹി, തൻ്റെ സഹോദരന് പ്രിയം വെക്കുന്നത് വരെ. മാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം തനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും യഥാർത്ഥ മുഅ്മിനാവുകയില്ല. കാരണം മുഅ്മിനീങ്ങൾ പരസ്പരം ഒറ്റ ശരീരം പോലെയാ. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാനി യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ. അപ്പം തനിക്കെന്താണോ ഇഷ്ടപ്പെടുന്നത് അത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടണം. റവാഹുൽ ബുഖാരി വ മുസ്ലിമുൻ. അൽ ഹദീസു റാബി അഷറ, 14ാമത്തെ ഹദീസ്. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യഹില്ലു ദമു ഇംറിഇൻ മുസ്ലിമിൻ ഇല്ലാ ബി ഇഹ്ദാ സലാസിൻ അസ്സയ്യിബു സാനി വൻ നഫ്സു ബിൻ നഫ്സി അത്താരിഖു ലിദീനിഹി അൽ മുഫാരിഖു ലിൽ ജമാഅ. ലാ യഹില്ലു ദമു ഇംറിഇൻ മുസ്ലിമിൻ, മുസ്ലിമായ ഒരു വ്യക്തിയുടെ രക്തം അത് അനുവദനീയമല്ല. ഇല്ലാ ബി ഇഹ്ദാ സലാസിൻ, മൂന്നിലൊരു കാരണമുണ്ടായാലല്ല അല്ലാതെ. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ അസ്സയ്യിബു സാനി, വിവാഹിതനായ വ്യഭിചാരി, ഒരാൾ വിവാഹം കഴിച്ച ആളാണ്, അയാൾ വ്യഭിചാരം ചെയ്തു, എന്നാൽ അദ്ദേഹത്തിന് എറിഞ്ഞു കൊല്ലണം എന്നാണ് നിയമം. വൻ നഫ്സു ബിൻ നഫ്സി, ഒരാളെ കൊന്നാൽ തിരിച്ചു കൊല്ലണം അദ്ദേഹത്തിനെ. വത്താരിഖു ലിദീനിഹി അൽ മുഫാരിഖു ലിൽ ജമാഅ, അതേ പ്രകാരം തന്നെ സമുദായത്തെ പിരിഞ്ഞ് സ്വമതം ഉപേക്ഷിച്ചവൻ. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു മുസ്ലിമിൻ്റെ ശരീരം രക്തം എന്താണ് മറ്റൊരാൾക്ക് അനുവദനീയമല്ല. അപ്പോൾ മുസ്ലിമായൊരു വ്യക്തിയുടെ രക്തം അനുവദനീയമല്ല. ഇല്ലാ ബി ഇഹ്ദാ സലാസിൻ, മൂന്നിലൊരു കാരണം ഉണ്ടായാലല്ലാതെ. അപ്പോൾ 3 കാരണങ്ങളിൽ നിന്നൊന്നുണ്ടായാൽ, ഒരാൾ കല്യാണം കഴിച്ച ആളാണ്, മൂപ്പര് വ്യഭിചരിച്ചു, എന്നാൽ അദ്ദേഹത്തിന് എറിഞ്ഞു കൊല്ലണം എന്നാണ് നിയമം. ഇനി അന്യായമായ ഒരു കൊലപാതകം, അന്യായമായ ഒരാൾ കൊലപാതകം നടത്തിയാൽ അദ്ദേഹത്തിനെ തിരിച്ചു കൊല്ലാം എന്നാണ് നിയമം. അതേ പ്രകാരം തന്നെ ദീനിനെ ഒഴിവാക്കിയവൻ. റവാഹുൽ ബുഖാരി വ മുസ്ലിമുൻ. അൽ ഹദീസുൽ ഖാമിസ് അശറ, 15ാമത്തെ ഹദീസ്. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ അന്നൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ ഫൽയഖുൽ ഖൈറൻ, അവൻ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഇനി വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ജാറഹു, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവൻ അയൽവാസിയെ ബഹുമാനിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫഹു, അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നവൻ അവൻ അതിഥിയെ ബഹുമാനിക്കട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞത് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ആൾ, നമ്മളൊരു സാമൂഹ്യ മര്യാദയാണിത്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ആൾ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അയൽവാസിയെ ആദരിക്കട്ടെ, അതുപോലെ അതിഥിയെ ആദരിക്കട്ടെ. ഇതൊക്കെ ഒരു സാമൂഹ്യ മര്യാദയാണ്. ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ നല്ലതേ പറയാൻ പാടുള്ളൂ, അല്ലെ മിണ്ടാതിരിക്കുക. തൻ്റെ അയൽവാസി അത് ഏത് മതക്കാരനാണെങ്കിലും അവനെ നമ്മൾ ആദരിക്കണം. അക്രിം ജാറക്ക വലൗകാന കാഫിറ, തൻ്റെ അയൽവാസി അന്യമതസ്ഥനാണെങ്കിലും അവനെയും നമ്മൾ ആദരിക്കണം. അതാണ് ഫൽ യുക്രിം ജാറഹു. അതേ പ്രകാരം അതിഥിയെ ബഹുമാനിക്കണം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നാൽ ആ അതിഥിയെ ആദരിക്കൽ നമുക്ക് ബാധ്യതയാണ്. റവാഹുൽ ബുഖാരി വ മുസ്ലിമുൻ. അൽ ഹദീസ് സാദിസ അശറ, 16ാമത്തെ ഹദീസ്. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അന്ന റജുലൻ, ഒരു മനുഷ്യൻ, ഒരാൾ,
ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നു പറഞ്ഞു, ഔസിനി എന്നൊന്ന് ഉപദേശിച്ചിരീൻ, എന്നൊന്ന് ഉപദേശിച്ച് തരീൻ. അദ്ദേഹം പറഞ്ഞു, ഒരാൾ നബി തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, എന്നൊന്ന് ഉപദേശിച്ച് തരീൻ. അപ്പോൾ ഖാല നബി തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ് എന്ന് പറഞ്ഞു, നീ കോപിക്കരുത്. ഫറദ്ദദ മിറാറൻ, വീണ്ടും വീണ്ടും അദ്ദേഹം ചോദിച്ചപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കാൻ പാടില്ല. ഇതാണ് നല്ലൊരു ഉപദേശം. റവാഹുൽ ബുഖാരി. കാരണം ഹദീസിൽ കാണാൻ കഴിയും, യഥാർത്ഥ ശക്തൻ എന്ന് പറഞ്ഞാൽ മൽപിടുത്തത്തിൽ വിജയിക്കുന്നവനല്ല, നേരെ മറിച്ച് യഥാർത്ഥ ശക്തൻ ദേഷ്യം വരുന്ന സമയത്ത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ലാ തഗ്ളബ്, നീ ദേഷ്യം വെക്കരുത്, നീ ദേഷ്യം പിടിക്കരുത്. റവാഹുൽ ബുഖാരി. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമു നൽകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.